നമ്മുടെ ഈ A6ന്റെ ആ ഹൈഡ്രോ ഡിപ്പിംഗ് ചെയ്യാനായിട്ട് കുറെ പാർട്സുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഇത് മാത്രമല്ല വേറെ കുറെ പാർട്സുകളുണ്ട്. അതൊക്കെ ഞങ്ങളുടെ സ്റ്റോറേജിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഇപ്പൊ നമുക്ക് ഈ അസംബിൾ ചെയ്യാനുള്ള ഈ പാർട്സുകളാണ് ഇതിരിക്കുന്നത്. ഇത് ഈ ഡോറിന്റെ ഏരിയയിൽ വരുന്ന ആ ഒരു ട്രിമ്മാണിത്. ഇത് കമ്പനി വരുന്നത് ഒരു ബ്രഷ്ഡ് സിൽവർ ഫിനിഷിലാണ്. അതിനുശേഷം ഇവരിത് ബ്ലാക്ക് അടിച്ചു. ആ ബ്ലാക്ക് അടിച്ചത് ടോട്ടലി കുളമായി പോയി. അപ്പൊ അതിനുശേഷം നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ ഹൈഡ്രോ ഡിപ്പ് ചെയ്യാനായിട്ട് ഈ ഒരു പാർട്സ് ഒക്കെ ഇളക്കിയെടുത്തു. സോ ഈ പാർട്സ് ഒക്കെ നമ്മളിത് ഇതിനകത്ത് തിരിച്ച് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ ഒരു വർക്ക് ചെയ്തത് ഡിപ്മാനിലാണ്. എനിക്ക് ഈ ഒരു പ്രോഡക്റ്റിന് എല്ലാം കൂടെ കോസ്റ്റ് അയക്കുന്നത് ഏകദേശം ഒരു 38,000 രൂപയാണ്. അപ്പൊ ഞാൻ കുറെ സ്ഥലങ്ങളിൽ നിന്ന് കേട്ടിട്ടുണ്ട് ഈ ഡിപ്മാൻ എന്ന് പറയുന്നത് ഭയങ്കര ഹൈ കോസ്റ്റ് ആണ്, ഇതിന്ന് ഇത്രയും റേറ്റ് ഒന്നുമില്ല. അപ്പൊ അങ്ങനെ പറയുന്നതിനോട് എനിക്ക് പറയാനുള്ളതാണ്, മകളെ ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതൊരു ആർട്ടാണ്. ഓക്കെ, അപ്പൊ ഈ ഡിപ്മാന് 38,000 രൂപ പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ ഞെട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ഞെട്ടത്തില്ല, കാര്യം അത്രയും എഫേർട്ട് ഇട്ടിട്ട് ആ ഒരു പയ്യൻ ചെയ്യുന്ന ഒരു വർക്കാണ്. എനിക്ക് ആ പയ്യനെ കുറെ കാലമായിട്ട് അറിയാം. ഈ ഒരു പാറ്റേൺസ് നോക്ക്, ഇവിടുന്ന് തുടങ്ങി ഇത് സ്ട്രെയിറ്റ് ഒരേ ലൈനിങ്ങിലാണ് ഇത് അവസാനിക്കുന്നത്. ചില സ്ഥലങ്ങളിൽ നിന്ന് നമ്മൾ ഈ ഒരു 19,000 15,000 രൂപയ്ക്കൊക്കെ ഇതൊക്കെ ഡിപ്പൊക്കെ ചെയ്തിട്ട് വരുമ്പോൾ ഇത് കാണുമ്പോൾ ഇത് ഇങ്ങോട്ട് ഒരെണ്ണം പോകും, പിന്നെ ഒരെണ്ണം ഇങ്ങോട്ടായിരിക്കും പോകുന്നത്. ഈ മൂന്നാറിലൊക്കെ വഴി വെട്ടി പോകുന്നതിന്റെ കൂട്ട് ഇങ്ങനെ കാണാം ഈ ഒരു ഡിപ്പിങ്ങിന്റെ ഏരിയ. അപ്പൊ എനിക്ക് ഒരിക്കലും ഡിപ്മാൻ ഒരു ഹൈ റേറ്റ് വർക്ക് ചെയ്യുന്ന ഒരാളാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കതിന് പ്രത്യേകിച്ച് അഭിപ്രായം ഒന്നും പറയാനില്ല. എനിക്ക് യാതൊരു കോസ്റ്റ് കൂടുതലായിട്ട് തോന്നിയിട്ടുമില്ല. നമ്മൾ ഇളകിയെടുത്ത പാർട്സ് എങ്ങനെയാണ് തിരിച്ച് ജോയിൻ ചെയ്യുന്നത്, അതിനകത്ത് എന്ത് ടൈപ്പ് ഗ്ലൂകളാണ് യൂസ് ചെയ്യേണ്ടത് എന്ന് ഞാൻ കാട്ടിത്തരാം. നമ്മുടെ ഈ ഒരു പാർട്ട് നമ്മളിത് ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് വെക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഇടക്കി എടുത്തേക്കുന്ന ഈ ലോക്ക് പാർട്ടുകളല്ലേ, ഇതിപ്പോ ഇതിനകത്ത് മാത്രമല്ല പല ട്രിംസ് ഇളക്കി എടുക്കുമ്പോഴും ഇതേപോലെ ഈ ഒരു നമ്മൾ ലോക്ക് കട്ട് ചെയ്ത് വിട്ട ഈ ഏരിയ നമ്മളൊന്ന് ശരിക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. കാര്യം ഇതിനകത്ത് ഈ ഒരു പൊടി നിൽക്കുകയാണെങ്കിൽ ഈ കറക്റ്റ് ഗ്യാപ്പിലേക്ക് ഇത് കയറി വീഴില്ല. ഓക്കെ, അപ്പൊ നമ്മളതങ്ങനെ ക്ലീൻ ചെയ്ത് എടുത്തു വെച്ചേക്കുന്ന ഒരു സംഭവമാണ്. ഇതിനകത്ത് ഈ ലോക്കുകളെല്ലാം നമ്മൾ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സംഭവം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലൊരു ഗ്ലൂ ഗൺ അങ്ങോട്ട് എടുക്കുക, ഇതിനകത്തോട്ട് ഒന്ന് തൊട്ട് വിട്ടേക്കുക. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഈ ചില സ്ഥലങ്ങളിലൊക്കെ ഈ ക്ലിപ്പുകളൊക്കെ ഉള്ള പാർട്ടുകൾ കാണും. ഓക്കെ, ഇപ്പൊ ഈ ട്രിമ്മിൽ തന്നെ ക്ലിപ്പുള്ള ഒരു പാർട്ട് ഉണ്ട്. ആ ഒരു പാർട്ട് ഇതാണ്ട് ഈ ഒരു ട്രിമ്മിലുള്ള പാർട്ട്. അപ്പൊ ആ പാർട്ടിനകത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഗ്ലൂ അക്രലിക് ഗ്ലൂ ആണ്. ഓക്കെ, ഈ ഗ്ലൂ നിങ്ങൾക്ക് പെട്ടെന്ന് റിലീസ് ചെയ്യാൻ പറ്റില്ല, പക്ഷെ ചെറിയൊരു പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ ഈ സംഭവം നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇളക്കിയെടുക്കാനും സാധിക്കും. ഓക്കെ, അപ്പൊ നാളെ കാലത്ത് ഇനി ഈ കസ്റ്റമറിന് ഈ ഒരു പാറ്റേൺ മാറി വേറൊരു പാറ്റേണിലോട്ട് പോകണമെങ്കിൽ പോലും അവർക്ക് ഇത് ഈസി ആയിട്ട് അൺഇൻസ്റ്റോൾ ചെയ്യാനും സാധിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ഇൻഫർമേറ്റീവ് വീഡിയോസുമായി ഇനി കാണാം. സ്റ്റേ ട്യൂൺ. താങ്ക് യു.